നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ അഭിപ്രായം എന്താന്ന് നാട്ടുകാർ പറയും. വാ കേൾക്കാം. ഇതിനെക്കാളും നല്ല ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയതിന്. ഈ പടം ഏകദേശം 4-4.5 മണിക്കൂറുമാരിട്ട് ഓട്ടിച്ചിട്ടുണ്ട്. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടവരോധമായിട്ട് തോന്നുന്നു. എന്താ പണി തീർന്നില്ലേ? 12:30 പണി തീർന്നു. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, டெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. என்ன நம்புறியாடா? എന്തിനാണ് ഈ പടം? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമ എന്തിനാണ് നിങ്ങൾ എടുക്കാൻ പോയെന്ന് എനിക്ക് ഇന്നും മനസ്സിലായില്ല. ഞാൻ പടം കണ്ടോണ്ടിരുന്നപ്പോഴേ ആലോചിച്ചോണ്ടിരുന്ന കാര്യമാണ്. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നല്ല കളർഫുൾ ആയിട്ടില്ലേ, ആകാശം മുഴുവൻ കളർഫുൾ ആയി. 2 മണിക്കൂർ ഈ പടം ഇന്റർവെൽ ഇല്ലാതെ കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആകെ ഇന്റർവ്യൂലാ ഒരു സുഖം. അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കുന്നു. കൊല്ലേണ്ടതാ നീ കാരണം എന്റെ ജീവിതം കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. രശ്മിക ഇല്ലെങ്കിൽ പടം ബോറാണ്. അത് പറയുന്നില്ല. എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും. ഉറപ്പ്. ഈ പടത്തിൽ നാഷണൽ അവാർഡ്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. വന്നൊന്ന് ഭയങ്കര വളിപ്പാണ് കേട്ടാ. നീ ഒന്ന് മാറിപ്പോയാണെന്ന്. ബാബു ഇനിമേ നീங்க നടിക്കவே கூடாது കേസ് പോട്ടിരിക്കാം ബാബു. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. എന്റെ കൺമുമ്പിലെ ഗാനം വന്ന ഞാൻ തലയിൽ പൊളിക്കുന്നു. കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ?